Welcome back to my channel, English Grammar Teaching and Learning. In the last class, we studied auxiliary verbs, primary auxiliaries and modal auxiliaries. Today, we have to study different questions. In English, we have different types of questions. Direct question, indirect question, WHO question, rhetorical question, ആൻഡ് സോ ഓൺ. ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മളിവിടെ പഠിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ വി ഡിസ്കസ് അബൌട്ട് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. എസ് ഓർ നോ ക്വസ്റ്റിനെ കുറിച്ചാണ് നിങ്ങളുടെ ടെസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ളത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓർ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. എസ് ഓർ നോ ക്വസ്റ്റ്യന് മറ്റൊരു പേരാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ഓർ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതിനെ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് are called affirmative questions or closed questions. These questions are called closed questions because we have only two options, yes or no. Answer will be yes or no. ഇതിനെ ഈ ചോദ്യം അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളെ എസ് ഓർ നോ ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, അതെ അല്ലെങ്കിൽ അല്ല എന്നതുകൊണ്ട് അത് അവിടെ കംപ്ലീറ്റ് ആകുന്നു. അതുകൊണ്ടാണ് അതിനെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഇനി എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യം. ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. യെസ് ഓർ നോ അതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പം അത്തരം ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് ഓക്സിലറി 24 ഓക്സിലറി വെർബിൽ ഏതുകൊണ്ടും ആകാം. അതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ആൻസർ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, യെസ് ദേ കം ഹിയർ ഫ്രീക്വൻലി. യെസ്, അതെ, ദേ കം ഹിയർ ഫ്രീക്വൻലി, അവര് മിക്കപ്പോഴും ഇവിടെ വരുന്നുണ്ട്. മിക്കപ്പോഴും ഇവിടെ വരുന്നു. അപ്പോൾ ഇതൊരു ചോദ്യം ആക്കണമെങ്കിൽ ആദ്യം എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ദേ കം ഹിയർ ഫ്രീക്വൻലി. ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ആ ഓക്സിലറി വെർബിൽ അങ്ങ് തുടങ്ങിയാൽ മതി. ഐ ആം എ ടീച്ചർ, ആം എ ടീച്ചർ. യു ആർ എ ഗേൾ, ആർ യു എ ഗേൾ. ഹീസ് എ ബോയ്, ഈസ് എ ബോയ്. അപ്പോൾ അവിടെ ഒരു തിരിപ്പ് മാത്രം. സബ്ജക്റ്റ് ഫസ്റ്റ്, വെർബ് സെക്കൻഡ്. ഇവിടെ ഫസ്റ്റ് വെർബ്, സെക്കൻഡ് സബ്ജക്റ്റ്. അപ്പം ഐ ആം, ആം ഐ. ഹീ ഈസ്, ഈസ് ഹി. ഷീ ഈസ്, ഷീസ്, ഈസ് ഷീ. ദേ ആർ ദേ. ഇതാണ് അതിൻ്റെ ആ മെത്തേഡിലുള്ള വ്യത്യാസം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. അതിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. അതിലിവിടെ വെർബ് ആദ്യം സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എടുക്കുന്നു. നോക്കാം ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. യെസ് ദേ കം ഹിയർ ഫ്രീക്വൻലി എന്ന ആൻസർ കിട്ടണമെങ്കിൽ എങ്ങനെ ചോദ്യം ചോദിക്കണം? അങ്ങനെ ചോദ്യം ചോദിക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അവിടെ ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ മെയിൻ വെർബ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആദ്യത്തെ ജോലി. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഗിവൺ വെർബ്. കം എന്നാണ് വന്നിരിക്കുന്നത്. ദെൻ തിങ്ക് അബൌട്ട് ടെൻസ്. വെർബ് കണ്ടുപിടിച്ചു. വെർബിന് ഏത് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. കമ്മിൻ്റെ 3-4 ഫോം പറഞ്ഞു നോക്കുക. കം, കെയും, കം, കമ്മിങ്. അപ്പോൾ അവിടെ കം എന്ന് പറയുന്നത് പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. ഏത് വെർബിന്റെ ബേസ് ഫോം? ഇതൊരു ബേസ് ഫോം ആണ്. നമുക്ക് ഡു കിട്ടും. അപ്പോൾ ഡു പ്ലസ് കം ആണ് എന്ത്? ഡു പ്ലസ് കം. ഡു പ്ലസ് കം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് ഓക്സിലറി വെർബ് എല്ലാ ബേസ് ഫോമിലും ഹിഡൻ ആണ്. യെസ് ഫോമിൽ നിന്ന് നമുക്ക് ഡസ് കിട്ടും, പാസ്റ്റ് ഫോമിൽ നിന്ന് ഡിഡ് കിട്ടും. അപ്പോൾ 3 ആക്സിലറി വെർബിനെ, ഇതിനെ ഡു, ഡസ്, ഡിഡിനെ നമ്മൾ ഡെറിവേറ്റഡ് വെർബ് എന്നാണ് പറയുക. മെയിൻ വെർബിൽ നിന്ന് നമുക്ക് ഡു കിട്ടും, പാസ്റ്റ് ഫോം ഓഫ് ദി വെർബിൽ നിന്ന് എന്ത് കിട്ടും? ഡിഡ് കിട്ടും. എസ് ഫോം ഓഫ് ദി വെർബിൽ നിന്ന് ഡസ് കിട്ടും. അവിടെ ഉദാഹരണം, ഇതൊരു ഡു ഫോം ആണ്, കാരണം ഇതൊരു ബേസ് ഫോം ആണ്, അതുകൊണ്ട് ഡു കിട്ടും. അപ്പോൾ ചോദ്യം ചോദിക്കാം. ഡു കിട്ടി, ഡു എടുത്തു. ഇനി യെസ് ദേ കം എന്നാ പറയുന്നത്. സബ്ജക്റ്റ് ദേ ആണ്. അപ്പം നമുക്ക് ഡു ദേ, ഡു ദേ, ഡു ദേ. കം, കംസ് ആയിരുന്നെങ്കിൽ ഡസ് വന്നേനെ. കെയും ആയിരുന്നെങ്കിൽ ഡിഡ് വന്നേനെ. ഇവിടെ കം എന്നുള്ളത് ഡു പ്ലസ് കം തന്നെ. അപ്പം ഡു ദേ കം. ബാക്കി സെന്റൻസിൽ എങ്ങനെ വന്നിരിക്കുന്നു? ഹിയർ ഫ്രീക്വൻലി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. എങ്ങനെയാ ചോദിച്ചത്? ഡു ദേ കം ഹിയർ ഫ്രീക്വൻലി. യെസ് ദേ കം ഹിയർ ഫ്രീക്വൻലി.
ഫസ്റ്റ് 1 hour. മനസ്സിലായല്ലോ? മെയിൻ വെർബിനെ കണ്ടുപിടിക്കുക, മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. ബേസ് ഫോം ആണെങ്കിൽ ഡു കിട്ടും, പാസ്റ്റ് ഫോം ആണെങ്കിൽ ഡിഡ് കിട്ടും, എസ് ഫോം ആണെങ്കിൽ ഡസ് കിട്ടും. ഇവിടെ കം എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്, ഡു ഫോം ആണ്. അപ്പോൾ ഡു ആദ്യം എടുത്തു, സബ്ജക്റ്റ് ദേ ആണ്, ഡു ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി. അടുത്ത് നോക്കാം, യെസ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. രണ്ടാമത്തത് എന്താണ്? യെസ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. അതെ, ഞാൻ ഇന്നലെ അവനെ കണ്ടു. അവിടെയും ഓക്സിലറി വെർബ് ഇല്ല, മെറ്റ് ആണ് വന്നിരിക്കുന്നത്. മെറ്റിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മീറ്റ്, മെറ്റ്, മെറ്റ്, മീറ്റിംഗ്. ഇതാണ്. അപ്പം ഡിഡ് പ്ലസ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? മെറ്റല്ലേ. അപ്പം ഡിഡ് പ്ലസ് മീറ്റ് എന്ന് കിട്ടും. ഡിഡ് പ്ലസ് മീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഡ് ഓക്സിലറി വെർബ് എടുത്തു. യെസ് ഐ എന്നാണ് ആൻസർ വരേണ്ടതെങ്കിൽ യു എന്ന് ചോദ്യം ചോദിക്കണം. അപ്പം ഡിഡ് യു മീറ്റ് ഹിം യെസ്റ്റർഡേ. എങ്ങനെ വരും? ഡിഡ് യു മീറ്റ് ഹിം യെസ്റ്റർഡേ. ഡിഡ് വന്നതാണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ്? മീറ്റിനെ പിരിച്ചാൽ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് അല്ല, മെറ്റിനെ പിരിച്ചാൽ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് മീറ്റ് കിട്ടും. അടുത്ത് നോക്കാം, യെസ് ദേ ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ടൈം. അവിടെയും ഓക്സിലറി വെർബുള്ള മെയിൻ വെർബാണ്. ലിവ്ഡിനെ പിരിച്ചാൽ ഇ ഡി വെർബ് എപ്പോഴും പാസ്റ്റ് ആയിരിക്കും, ഡിഡ് ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും? ഡിഡ് കിട്ടും. അപ്പോൾ എങ്ങനെ പറയാം? ഡിഡ് ദേ ഹിയർ ഫോർ എ ലോങ് ടൈം. ഡിഡ് ദേ ലിവ് ഹിയർ ഫോർ എ ലോങ് ടൈം. ലിവിഡിനെ പിരിച്ചതാണ്. ലിവിഡിനെ പിരിച്ചാൽ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് ലിവ് എന്ന് കിട്ടും. ഡിഡ് പ്ലസ് ലിവ്. അപ്പോൾ ഡിഡ് ആദ്യം എടുത്തു, പിന്നെ സബ്ജക്റ്റ് എടുത്തു. എന്താണ്? അപ്പോൾ ഡിഡ് ദേ ലിവ് ഹിയർ ഫോർ എ ലോങ് ടൈം. അടുത്ത് നോക്കാം, യെസ് വി പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. പ്ലേ ആണ് വന്നിരിക്കുന്നത്. പ്ലേ എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് പ്ലേ ആണ്. പ്ലേ. അപ്പം ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം? ഡു വി ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. അടുത്ത ഷീ സ്പീക്സ് വെർബിന്റെ എസ് ഫോം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡസ് കിട്ടും. അപ്പം ഡസ് പ്ലസ് സ്പീക്ക് ആണ്. അപ്പം ഡസ് ഷീ സ്പീക്സ് പിരിച്ചാൽ ഡസ് കിട്ടും. പിന്നെ ഉപയോഗിക്കുന്ന വെർബ് ബേസ് ഫോമേ ഉപയോഗിക്കാവൂ. അതാണ് പ്രത്യേകത. അപ്പോൾ എന്ത് വരും? ഡസ് ഷീ സ്പീക്ക് ഫ്ലുവന്റ് ഫ്രഞ്ച്. അടുത്തതായി ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. അപ്പോൾ ഐ ലേൺഡ് LEARN ലേൺ പഠിക്കുക, പഠിച്ചു. അപ്പോൾ പാസ്റ്റ് ഫോം. ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഓക്കെ. അപ്പോൾ അവിടെ ഡിഡ് കിട്ടി. ഇനി അടുത്തതോ, മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹെൽപ്ഡ് മീ ദെയർ. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ വരെ എന്താണ്? എസ് ഓർ നോ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റിലെ മറ്റ് ചില കോൺടെസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ആൻ ഓക്സിലറി വെർബ് ആർ കാൾഡ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ്. ഐ ഹാവ് ആൾറെഡി സെഡ്. They are also called closed questions because they have two possible responses only, yes or no. അതുകൊണ്ടാണ് ഇതിനെ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ആസ്ക് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ആൻ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഇത് ചോദിക്കാൻ പറ്റൂ. Such questions do not ask for more information. They only seek confirmation or negation. ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നോ. ഇങ്ങനെ അവിടെ നമുക്ക് പറയാൻ പറ്റൂ. ഇനി വേറെ ഒരു ടൈപ്പ്, ഇപ്പോൾ നമ്മൾ കണ്ടത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. WH ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. WH ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? WH ഒരു 14 ചോദ്യവാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. വാട്ട്, വിച്ച്, where, when, why, who, whose, whom, how many, how far, how long,
ഹൗ ഓഫൺ. ഇത് ഇത്രയുമാണ് WHO ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട്, വിച്ച്, വെയർ, വെൻ, വൈ, ഹൂ, ഹൂസ്, ഹൂം, ഹൗ, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ, ഹൗ മച്ച്. ഈ ലോകത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ്. ഇതിനെ നമുക്ക് ഇൻട്രോഗേറ്റീവ് വേർഡ്സ് എന്ന് പറയാം. ഇൻട്രോഗേറ്റീവ് വേർഡ്സ് കൊണ്ടാണ്. വാട്ട് ഈസ് യൂസ്ഡ് ടു മെൻഷൻ എ തിങ്. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് ഇറ്റ്. which is also used to indicate a thing or non-living things. which is your school, where is your house. അപ്പോൾ ഇവിടെ പ്ലേസിനെ കാണിക്കുന്നു, ഇത് തിങ്ങിനെ കാണിക്കുന്നു, ഇതും തിങ്ങിനെ കാണിക്കുന്നു, ഇത് പ്ലേസിനെ കാണിക്കുന്നു, വെൻ ടൈമിനെ കാണിക്കുന്നു, വൈ റീസണെ കാണിക്കുന്നു, ഹൂ പേഴ്സണെ കാണിക്കുന്നു, ഹൂസ് പൊസഷൻ ഓഫ് പേഴ്സൺ, ഹൂം ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു, ഹൗ എന്ന് പറഞ്ഞാൽ ആക്ഷനെ കാണിക്കുന്നു, ഹൗ മെനി നമ്പറിനെ കാണിക്കുന്നു, ഹൗ ഫാർ ഡിസ്റ്റൻസ്, ഹൗ ലോങ് ഡിസ്റ്റൻസ് ഓഫ് ടൈം, ഹൗ ഓഫൺ നമ്പർ ഓഫ് ടൈംസ്, ഹൗ മച്ച് ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ചോദ്യവാക്കുകളെ നമുക്ക് എന്ന് പറയാം, ഇൻട്രോഗേറ്റീവ് വേർഡ്സ് എന്ന് പറയാം. ഇതൊക്കെയാണ് ഇൻട്രോഗേറ്റീവ് വേർഡ്സ്. ദെൻ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐ ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. അപ്പോൾ ഐ ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഇവിടെ നിങ്ങളുടെ ടെസ്റ്റിൽ ഇമാജിൻ യു ഹാവ് ആൻ ഇൻ്റർവ്യൂ വിത്ത് മിസ്റ്റർ സത്യജിത്ത് റേ. വാട്ട് ക്വസ്റ്റ്യൻസ് വിൽ യു ആസ്ക്? കംപ്ലീറ്റ് ദി ഫോളോയിങ് കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മളുടെ സംഭാഷണം, റോയും ഞാനും തമ്മിലാണ് സംഭാഷണമെങ്കിൽ എൻ്റെ സംഭാഷണം അവിടെ ഞാൻ അവതരിപ്പിക്കുന്നു. അദ്ദേഹം ആദ്യം എന്നോട് സംസാരിക്കുന്നു. ഐ ലേൺഡ് ഫ്രം ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. റോയ് പറയുന്നു. നിങ്ങൾ, അപ്പോൾ യു ആൻഡ് റോയ്. ഐ ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഐ ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഞാൻ, അപ്പോൾ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ഫിലിം ടെക്നോളജി പഠിച്ചത് എവിടെ നിന്നാണ്? ഹോളിവുഡിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹോളിവുഡിൽ നിന്നാണ് ഞാൻ ഫിലിം ടെക്നോളജി പഠിച്ചതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ തന്നെ ചോദിക്കും. നിങ്ങൾ എവിടെ നിന്നാണ് ഫിലിം ടെക്നോളജി പഠിച്ചത്? അപ്പോൾ എവിടെ, വേറിൽ തുടങ്ങാം. വേർ, അപ്പോൾ അവിടെ ഓക്സിലറി വെർബ് ഒന്നുമില്ല, അതുകൊണ്ട് ലേണിനെ പിരിച്ചാൽ ഡിഡ് പ്ലസ് ലേൺ കിട്ടും. അപ്പോൾ എങ്ങനെ പറയും? വെയർ ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി? വെയർ ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി ഫ്രം? എവിടെ നിന്നാണ് നിങ്ങൾ ഫിലിം ടെക്നോളജി പഠിച്ചത്? ഉണ്ടോ? അപ്പോൾ ലേണിൽ നിന്ന് ഡിഡ് കിട്ടി, വെയർ പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ വേറെ എടുത്തു. വെയർ ഡിഡ് യു ലേൺ, പിന്നെ ലേൺ അല്ല, ലേൺ ഫിലിം ടെക്നോളജി ഫ്രം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹെൽപ്ഡ് മീ ദേർ. അവിടെ എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്തായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആയിരുന്നു, ആണ്. അപ്പോൾ അവിടെ മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹെൽപ്ഡ് മീ ദേർ. അപ്പോൾ അവിടെ നിങ്ങളെ അവിടെ സഹായിച്ചത് ആരെന്നല്ലേ ചോദിക്കൂ. എങ്കിലല്ലേ നമുക്ക് മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് ആൻസർ കിട്ടൂ. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഹൂ ഹെൽപ്ഡ് അല്ലേ? ഹൂ ഹെൽപ്ഡ്. എങ്ങനെ ചോദ്യം ചോദിക്കാം? നിങ്ങളെ അവിടെ സഹായിച്ചത് ആരാണ്? ഹൂ ഹെൽപ്ഡ് യു. അപ്പോൾ ആൻസർ എന്തായി? മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹെൽപ്ഡ് മീ ദേർ. ഹൂ ഹെൽപ്ഡ് യു. ഹൂ ഹെൽപ്ഡ് യു. ഹെൽപ്ഡ് ഉണ്ട് അല്ലേ? ഇനി അഡ്വഞ്ചേഴ്സ് ഓഫ് റിം ടിൻ ടിൻ അട്രാക്റ്റഡ് മീ ദി മോസ്റ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സിനിമയാണ് ഏത്? അഡ്വഞ്ചേഴ്സ് ഓഫ് റിം ടിൻ ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഫിലിമാണ്? വിച്ച് ഫിലിം അല്ലേ? അഡ്വഞ്ചേഴ്സ് ഓഫ് റിം ടിൻ ടിൻ അട്രാക്റ്റഡ് മീ ദി മോസ്റ്റ്. അട്രാക്റ്റഡ് മീ. അപ്പം വിച്ച് ഫിലിം ഡിഡ് യു അട്രാക്റ്റ് ദി മോസ്റ്റ്? വിച്ച് ഫിലിം ഡിഡ് യു അട്രാക്റ്റ് ദി മോസ്റ്റ്? അതാണ് ക്വസ്റ്റ്യൻ. അടുത്തതോ, മൈ വിഷ് വാസ് ടു മേക്ക് എ ഫിലിം ദാറ്റ് ബീറ്റ് ഹോളിവുഡ്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഹോളിവുഡ് ഫിലിം ഉണ്ടാക്കുക എന്നതാണ്. അവിടെ മൈ വിഷ് വാസ് ടു മേക്ക് എ ഫിലിം
ദാറ്റ് ബീറ്റ് ഹോളിവുഡ്. അപ്പോൾ അതിന് നമ്മൾ നിങ്ങളുടെ ആഗ്രഹം എന്നല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ. അപ്പം മൈ വിഷ് വാസ് ടു മേക്ക് ഫിലിം ദാറ്റ് ബീറ്റ് ഹോളിവുഡ്. അപ്പോൾ വാട്ട് വാസ് യുവർ മൈ വിഷ് വാസ്, ഇവിടെ വാസ് ആക്ച്വലി വെർബുണ്ട്, അതുകൊണ്ട് നമുക്ക് മൈ വിഷ് എന്ന ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ വാട്ട് വാസ് യുവർ വിഷ്, അപ്പോൾ ആൻസർ കിട്ടി. മൈ വിഷ് വാസ് ടു മേക്ക് എ ഫിലിം ദാറ്റ് ബീറ്റ് ഹോളിവുഡ്. ഹോളിവുഡ് ചിത്രത്തെ വെല്ലുന്ന ഫിലിം ഉണ്ടാക്കുക എന്നുള്ളത്. അടുത്തതോ, ഐ ടുക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ് ടു മേക്ക് എ വണ്ടർഫുൾ ഫിലിം. ഐ ടുക്ക് സച്ച് എ റിസ്ക്. അപ്പോൾ ഐ ടുക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ് ടു മേക്ക് വണ്ടർഫുൾ. ഞാൻ ഐ ടുക്ക് സച്ച് എ റിസ്ക്, അത്രയും വലിയ റിസ്ക് എടുത്തു, വിത്ത് ടൈഗേഴ്സ്, പുലികളെ കൊണ്ട്, ടു മേക്ക് എ വണ്ടർഫുൾ ഫിലിം, മനോഹരമായ അതിശയിപ്പിക്കുന്ന ഒരു ചിത്രം ചിത്രീകരിക്കുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ ചോദിക്കും ഐ ടുക്ക് സച്ച് എ റിസ്ക്, വൈ അല്ലേ? ഐ ടുക്ക്, വൈ ഡിഡ് യു ടേക്ക്. ടുക്ക് എന്തായി മാറും? ഡിഡ് പ്ലസ് ടേക്ക് ആണ് ടുക്ക്. അപ്പോൾ വൈ ഡിഡ് യു ടേക്ക് സച്ച് എ റിസ്ക്, വൈ ഡിഡ് യു ടേക്ക് സച്ച് എ റിസ്ക്. ബാക്കി അതുപോലെ. ഐ ടുക്ക് 2 days ടു ഷൂട്ട് ദി സീൻ. ഐ ടുക്ക് 2 days ടു ഷൂട്ട് സീൻ. ആ സീൻ ഷൂട്ട് ചെയ്യാൻ 2 ദിവസം എടുത്തു എന്നാ. ഇവിടെ ഹൗ ലോങ് എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഹൗ ലോങ് ഡിഡ് യു ടേക്ക്. അപ്പോൾ അവിടെ ഐ ടുക്ക് 2 days ടു ഷൂട്ട് ദി സീൻ. ഹൗ മെനി ഡേയ്സ് എന്ന് നമുക്ക് ചോദിക്കാം. ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ടേക്ക് ടു ഷൂട്ട് ദി സീൻ. ഹൗ മെനി ഡേയ്സ്. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നതൊക്കെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഇവിടെ ഓരോരോ ചോദ്യങ്ങളാണ്. ഓരോന്നുകൊണ്ടും നമ്മൾ ഐ ലേൺഡ് ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ് എന്ന് ആൻസർ കിട്ടാൻ അവിടെ വേർ ഉപയോഗിച്ചു, വേർ അല്ലേ? അതുപോലെ മൈ ഫ്രണ്ട് ഹൂ എന്ന് ഉള്ള ചോദ്യത്തിൽ അപ്പോൾ വേർ നമ്മൾ ഉപയോഗിച്ചു, പിന്നെ ഹൂ ഉപയോഗിച്ചു. അഡ്വഞ്ചേഴ്സ് ഓഫ് റിങ്ടിൻ അട്രാക്റ്റഡ് മീ, അപ്പം വാട്ട് ഈസ്, അപ്പോൾ വാട്ട് ഉപയോഗിച്ചു. പിന്നെ ടുക്ക് സച്ച് എ റിസ്ക്. അങ്ങനെ ഹൗ ലോങ്, ഹൗ ഫാർ, ഇതേ രീതിയിൽ നമ്മൾ ഇതിനെ ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്തത്, നോർട്ടൺ ഗ്രാം വാസ് 20 kilometers away ഫ്രം ഹിയർ. അപ്പൊ എത്ര കിലോമീറ്റർ ദൂരെ ഉണ്ട്? ഹൗ ഫാർ എന്നുള്ള ചോദ്യം അവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൗ ഫാർ എവേ നോർട്ടൺ ഗ്രാം ഫ്രം ഹിയർ. ഹൗ ഫാർ എവേ അല്ലേ? അങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഹൗ ഓഫൺ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐ വിസിറ്റ് ഹോളിവുഡ്. ഐ വിസിറ്റ് ഹോളിവുഡ് once in 3 months. 3 മാസം കൂടി ഇരിക്കുമ്പോൾ ഞാൻ 3 മാസത്തിലൊരിക്കൽ ഞാൻ ഹോളിവുഡ് സന്ദർശിക്കുന്നു. അപ്പോൾ എപ്പോഴൊക്കെ സന്ദർശിക്കുന്നു? എന്താണ്? ഹൗ ഓഫൺ, അത്രയേ ഉള്ളൂ. ഹൗ ഓഫൺ. സന്ദർശിച്ചു എന്നല്ല, സന്ദർശിക്കുന്നു എന്നാണ് വിസിറ്റ്. അപ്പോൾ അപ്പം ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ഹോളിവുഡ്, അത് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി വെൽ ട്രെയിൻഡ് അനിമൽസ് ആർ യൂസ്ഡ് ഇൻ ഹോളിവുഡ് ഫിലിംസ്. വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മൃഗങ്ങളെയാണ് ഹോളിവുഡ് ഫിലിംസിൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വാട്ട് കൈൻഡ് അവിടെ തന്നിട്ടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് അനിമൽസ് ആർ യൂസ്ഡ് ഇൻ ഹോളിവുഡ്. അപ്പോൾ ഇതിനകത്തൊരു എക്സെപ്ഷൻ വന്നത് അവിടെയും വാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ട് കൈൻഡ്സ് ഓഫ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ WH ക്വസ്റ്റ്യൻസ് കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യങ്ങൾ. WH ക്വസ്റ്റ്യൻസ് അതേതൊക്കെയാണ്? വാട്ട്, വിച്ച്, വേർ, വെൻ, വൈ, ഹൂ, ഹൂസ്, ഹൂം, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ. ഇങ്ങനെയുള്ള 14 ചോദ്യവാക്കുകളാണ് നമ്മൾ ചോദ്യം ഫ്രെയിം ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വൺ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓർ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ഓർ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് വൺ WH ക്വസ്റ്റ്യൻസ്. തേർഡ് വൺ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏത്? ടാഗ് ക്വസ്റ്റ്യൻസ്. ഐ ആം എ ടീച്ചർ, ആറിൻ്റെ ഐ. He is a boy, isn't he? She is a girl, isn't she? I am not a teacher, am I? ഇങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് തന്നെ ടെയിൽ വന്ന്
ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ പറയാം? ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ടാഗ് ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ചോദ്യത്തിന് ഉത്തരം കൃത്യമായും പറയണം, എക്സ്പ്ലനേറ്ററി ആയിരിക്കും അത്. പിന്നെ ഉള്ളത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുഡ് യു ഹെൽപ്പ് മീ ടു ഡു ഇറ്റ് ഓ ടു ഡു ദിസ്. ഒരു റിക്വസ്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പോൾ പിന്നെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ we have in English we have many types of questions, mainly yes or no questions or affirmative questions or closed questions, then WH questions, then tag questions, rhetorical questions, indirect questions, subject questions, object questions. Subject ഉത്തരം കിട്ടണം, അതാണ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റ് ഉത്തരം കിട്ടണം, അതാണ് ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ അവിടെ ഈ രീതിയിൽ 3 തരം ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ്, യെസ്, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ്, എസ്പെഷ്യലി closed questions or affirmative questions or yes or no questions and WH questions. Then we will study tag questions in a detailed way. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങളെ നിങ്ങളുടെ ടെക്സ്റ്റ് ബേസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.